Okay students, we are continue our EVS class. Then page number 10. All of you take your textbook. Complete the table below with organisms that live on land and in water. Then they are give two columns, living on land, living in water. We are already study about living on land, tiger, elephant. Then two examples are given here. Banyan tree. Banyan tree means almaram. Mongoose. Mongoose എന്താ മംഗൂസ് എന്താ എല്ലാവർക്കും അറിയില്ലേ? കീരി. Then elephant. Then you write another one, tiger. Living in water, water lily, frog. Then lotus. Another one, water snake. നീർക്കോലി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും അല്ലേ? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നവയാണ് നീർക്കോലി. ക്രാബ് എഴുതാം, ഞണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കോളം, ബാക്കിയുള്ള 2 കോളംസ് നമുക്ക് ഇഷ്ടമുള്ള അനിമൽസിനെ എഴുതി ഫില്ല് ചെയ്യാം. ദെൻ ദ വാട്ടർ ലില്ലി ആൻഡ് ലോട്ടസ് ലിവ് ഇൻ വാട്ടർ. എല്ലാവർക്കും അറിയാം, ആമ്പലും താമരയും വെള്ളത്തിൽ മാത്രമേ വളരുള്ളൂ. വാട്ട് അഡാപ്റ്റേഷൻസ് ഹെൽപ്പ് ദം ടു സർവൈവ് ഇൻ വാട്ടർ. എന്ത് അനുകൂലനമാണ് അവയ്ക്ക് വെള്ളത്തിൽ വളരാനുള്ളത്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ environment diary. One example, they don't decay in water. What do you mean by decay? Anyone know? Yes, decay. അളിയില്ല, അതായത് വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. നമ്മൾ പറയാറുണ്ട് പേപ്പറൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താവും? കുറേ കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. പക്ഷേ ആമ്പലിൻ്റെയോ താമരയുടെയോ ഇലകൾ ഒരിക്കലും വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. ഇനി 2 പോയിൻറ്റ്സ് നമ്മളിവിടെ ഫില്ല് ചെയ്യണം. പറയൂ, എന്തൊക്കെ പ്രത്യേകതകളാണ്, എന്തെല്ലാം അനുകൂലനങ്ങളാണ് വാട്ടർ ലില്ലിക്കും ലോട്ടസിനും ഉള്ളത്? യെസ്, പ്ലാന്റ്സ് പാർട്സ് കവേർഡ് ബൈ വാക്സ് ലെയർ. അവിടെ അതിൻ്റെ മുകളിൽ ഒരു തരം, ഇലയുടെ പുറത്തൊരു തരം വാക്സ് കോട്ടിംഗ് ഉണ്ട്. ഇലയുടെ പുറത്ത് ഒരു തരം വാക്സ് കോട്ടിങ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്തെഴുതാം? പ്ലാന്റ്സ് പാർട്സ് കവേർഡ് ബൈ വാക്സ് ലെയർ. വാക്സ് ലെയർ ആണ് കേട്ടോ. സ്മോൾ പ്ലാന്റ്സ് വിത്ത് ഫ്ലെക്സിബിൾ സ്റ്റെംസ്, റിബൺ ലീവ്സ്. ഓക്കെ, സ്മോൾ പ്ലാന്റ്സ് വിത്ത് ഫ്ലെക്സിബിൾ സ്റ്റെംസ്, റിബൺ ലീവ്സ്. ഈ സ്മോൾ പ്ലാന്റ്സിൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റെം എന്താ? തണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഒരു റിബൺ പോലെ അതിനെ കൊണ്ട് നടക്കുന്നു. ഏറ്റവും വലിയ 2 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ദെൻ ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ഹെൽപ്പ് എ ടോർട്ടോയിസ് ടു മൂവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. നമ്മുടെ ആമയ്ക്കുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ്? വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്നു. ആംഫീബിയൻസ് എന്നാണ് അവയെ പറയുക, ഉഭയജീവികൾ. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്നവയെ നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയും, ഉഭയജീവികൾ. 2 എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദേ ആർ ഗിവിങ് 2 എക്സാമ്പിൾസ്. സ്ലിമി ബോഡി, വഴുവഴുപ്പുള്ള ശരീരം. എന്താണ് അവയെ കൊണ്ട് നടക്കുന്നത്? വഴുവഴുപ്പുള്ള ശരീരം. ദെൻ അനദർ വൺ, ഓർ ലൈക്സ് ലെഗ്സ്. വാട്ട് യു മീൻ ബൈ ഓർ ലൈക്സ് ലെഗ്സ്? അവർ അല്ല, ഓർ, ഒട്ടിപ്പിടിച്ച കാൽപാദം അല്ലെ, പാട പോലുള്ള കാൽപാദം. അതൊരു തുഴക്കോല് പോലെ വെള്ളത്തിൽ തുഴയാൻ സഹായിക്കുന്നു. അങ്ങനെയാണ് അവ വെള്ളത്തിലും ജീവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, യു ഫിൽ ഇൻ ദ പോയിൻറ്റ്സ്. ദെൻ യു ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ പോയിൻറ്റ്. ഓക്കെ, ക്യാൻ യു ആഡ് സം മോർ ഫീച്ചേഴ്സ്? ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഇനിയും ആഡ് ചെയ്യാം. These adaptations help to tortoise to live on land and in water. നമ്മൾ എഴുതിയ എല്ലാ അനുകൂലനങ്ങളും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ ആമയെ സഹായിക്കുന്നു. Do frogs also have such adaptations? അപ്പോൾ തവളയ്ക്ക് എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണുള്ളത്? അത് നിങ്ങൾ എന്ത് ചെയ്യുക? You find out and
write in your notebook. Okay. Then next page number 11. Which other creatures do you know have adaptations to live both on land and in water? List the creatures and their adaptations. Creatures എന്നും അവരുടെ അഡാപ്റ്റേഷനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ യു സീ ഡക്ക്, താറാവ്. ദെൻ ക്രൊക്കഡൈൽ, മുതല. ഇനി നമുക്കൊരു ക്രിയേച്ചേഴ്സിനെ എഴുതാം, ഒരു ക്രീച്ചറിനെ എഴുതാം, പേരെഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിൻ്റെ പേരെഴുതാം. ദെൻ അഡാപ്റ്റേഷൻ, നെക്സ്റ്റ് കോളം ഡക്കിൻ്റെ അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്. ദെൻ ഓയിലി സ്കിൻ, ഡക്ക് ഹാവ് ഓയിലി സ്കിൻ. ഓയിലി ഫെതേഴ്സ്, സ്കിന്നല്ല, ഓയിലി ഫെതേഴ്സ്. ദേ ആർ മൂവിങ് ഇൻ ടു ദ വാട്ടർ. ദേ ഡോണ്ട് ഡിക്കേ ഇൻ വാട്ടർ. അത് വെള്ളത്തിൽ ഇറങ്ങിയാൽ അത് അലിഞ്ഞു പോകുന്നില്ല. ദേ ആർ യൂസ്ഡ് ടു ദെയർ വെബ്ഡ് ഫീറ്റ് ടു മൂവ് ആൻഡ് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. ദെൻ നെക്സ്റ്റ് ക്രോക്കഡൈൽ, മുതല. ദെൻ യു റൈറ്റ് ദ അഡാപ്റ്റേഷൻ ഓഫ് ക്രോക്കഡൈൽ. ക്രോക്കഡൈൽ, യെസ്, they are living on land and in water. Then another one you find out and write the creatures and adaptation. Okay. Then next poem, who is smarter? Who is smarter? They look at this picture. The old banyan tree and two cows, rocks, grass. We can see in this picture. The heading is who is smarter? I am the one who provides shelter and home to most of the organisms, boasted the grand old banyan tree. Really? When don't you look around carefully? Almost all organisms live in me. In fact, even you, Granny Banyan, dwell in me, claimed the soil. ഇവിടെ ഒരു കോൺവെർസേഷനാണ് നടന്നിരിക്കുന്നത്. ഓൾഡ് ബനിയൻ ട്രീ ആൻഡ് സോയിൽ, മണ്ണും നടത്തിയ ഒരു സംഭാഷണം. ഐ ആം ദ വൺ ഹൂ പ്രൊവൈഡ്സ് ഷെൽട്ടർ ആൻഡ് ഹോം ടു മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ്. ഞാൻ എല്ലാ ജീവികൾക്കും നല്ലൊരു ഷെൽട്ടർ നൽകുന്നു, ഫുഡ് നൽകുന്നു. ഞാനാണ് ഏറ്റവും വലിയ കേമൻ. ഐ ആം സ്മാർട്ടർ എന്ന് ആര് പറയാണ്? ഓൾഡ് ബനിയൻ ട്രീ. Then the soil asked, really? Why don't you look around carefully? നീ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതിന് മുമ്പ് ചുറ്റുമൊന്നും നോക്കാതിരുന്നത്? ആൾമോസ്റ്റ് ആൾ ഓർഗാനിസംസ് ലിവ് ഇൻ മീ. എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് മണ്ണിലാണ്. ഈവൺ യു, ഈ നിൽക്കുന്ന ബനിയൻ ട്രീ അടക്കം എവിടെയാണ് നിൽക്കുന്നത്? മണ്ണിലാണ്. അപ്പോൾ ഹൂ ഈസ് സ്മാർട്ടർ? ഇൻഫാക്ട് ഈവൻ യു, ഗ്രാനി ബനിയൻ, dwell in me, climbed the soil. Then name the organisms which live in the soil. Many organisms live in rocks too. Write their names down. മണ്ണിൽ മാത്രമല്ല, മരത്തിൽ മാത്രമല്ല, പാറക്കൂട്ടങ്ങളിലും ഒരുപാട് ജീവികൾ ജീവിക്കുന്നു. Two examples are given here, snake and grass. പാറക്കൂട്ടങ്ങളിടയിൽ പാമ്പുണ്ടാവാറുണ്ട്, പിന്നെയോ പുല്ല് വളരാറുണ്ട്. Then another one you fill up. Tell me. Yes, ants. Then another, mongoose. Yes, very good. Then you write anyone and take your notebook and write many organisms live on rocks too. Write their names down. Then next question, make a list of the uses of a banyan tree to organisms. എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് ബനിയൻ ട്രീ ഒരു ഷെൽട്ടറായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബനിയൻ ട്രീ പറഞ്ഞു. ഫുഡ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തെല്ലാം പ്രത്യേകതകളാണ് വേറെ ബനിയൻ ട്രീ കൊണ്ടുള്ളത്? യെസ്, ഫ്രഷ് എയർ. ദെൻ അനദർ വൺ, ഫുഡ്, ഷെൽട്ടർ. Okay, then you write many poems are this question. Okay, then next page we are study about biotic and abiotic factors.
living things are called biotic factors and non-living things are called അബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്തു പറയുന്നു? ബയോട്ടിക് ഫാക്ടേഴ്സ്, ജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നു. ജീവനില്ലാത്തവയെല്ലാം നമ്മൾ അജീവീയ ഘടകങ്ങൾ എന്നും പറയുന്നു. ദേ ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്, പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ഫോർ ദ എക്സാമ്പിൾ ഓഫ് ഫിഷ് ഇൻ എ ലിവിങ് തിങ്, ദേ ആർ ലിവിങ് in the water. Water is abiotic factor. Okay, another one, human live in house is abiotic factor. They are interdependent means പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. Then there are several organisms living in and around ponds, trees and fields. These organisms need air, water, soil and sunlight to live. പ്രധാനമായും നമുക്ക് ജീവിക്കാൻ ജീവനുള്ളവയ്ക്ക് എന്തെല്ലാം വേണം? need air, water, soil and sunlight to live. സൂര്യപ്രകാശം വേണം, ഭക്ഷണം വേണം, പിന്നെയോ വെള്ളം വേണം, വായു വേണം. ഇതെല്ലാം ജീവനുള്ളവയ്ക്ക് അത്യാവശ്യമാണ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹെൽപ്പ് ഈച്ച് അതർ ടു സർവൈവ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അവയ്ക്കും ഇത് എന്താണ്? അത്യാവശ്യമാണ്. ദെൻ ദ ബോക്സ് ആർ യു ഗിവൺ ഹിയർ. ലിവിങ് തിങ്സ് ആർ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആർ അബയോട്ടിക് ഫാക്ടേഴ്സ്. Then can human beings live without air and water? Never. Human beings are living thing. We need air, water and sunlight. How do biotic and abiotic factors depend on each other? Discuss, complete the table. എങ്ങനെയാണ് ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നത്? നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. Biotic, abiotic factors. First one, fish. Second, water, banyan tree, lotus, rock, air, frog, water snake, light. Light means sunlight, tortoise, soil, vines. Vines means, yes, നമ്മൾ പറയാറില്ല വള്ളികൾ, ഒരു മരത്തിന് മുകളിൽ പടർന്നു കയറുന്ന അല്ലേ, മുല്ലവള്ളി നമ്മൾ പറയാറുണ്ട്. വൈൻസ് മീൻസ് വള്ളികൾ. ദെൻ ഇൻ്റർഡിപ്പെൻഡൻസ്. ഫിഷ് എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ഫിഷ് ലീവ് ഇൻ വാട്ടർ. ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ഇൻ വാട്ടർ. വെള്ളത്തിലുള്ള ചെറിയ ചെറിയ ജീവികളെ എന്ത് ചെയ്യുന്നു? ഫിഷ് ഭക്ഷിക്കുന്നു, വെള്ളത്തെ ശുചിയാക്കുന്നു. Then next, biotic, abiotic factors. Water is abiotic factor, provides dwelling place for organisms. ഒരുപാട് ജീവികൾക്കൊരു താമസം ഒരുക്കുന്നു. വെള്ളത്തിൽ ഒരുപാട് ജീവികൾ എന്ത് ചെയ്യുന്നു? അവരെ താവളം, ഒരു പാർപ്പിടം, വാസസ്ഥലമായി ഉപയോഗിക്കുന്നു. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. Then banyan tree makes the soil fertile. banyan tree എന്ത് ചെയ്യുന്നു? മണ്ണിനെ ഫലഭൂയിഷ്ഠമായി നിലനിർത്താൻ സഹായിക്കുന്നു. helps retain water in the soil. retains water in the soil. വെള്ളത്തെ ആഗിരണം ചെയ്ത് മണ്ണിലേക്ക് തന്നെ തിരിച്ച് ഇറക്കാൻ banyan tree സഹായിക്കുന്നു. അങ്ങനെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. Then lotus, then you say lotus live in water. Then you write live in water. It provides food for honey bees. തേനീച്ചകൾക്കും ഒക്കെ ഫുഡ് കിട്ടണമെങ്കിൽ തേനീച്ചകളൊക്കെ ആരെ ആശ്രയിക്കുന്നു? ലോട്ടസിനെ ആശ്രയിക്കുന്നു. Then rocks, it provides habitat for small plants and animals. Rocks, it provides habitat for small plants and animals. The next one, rocks.
Then you say rocks, how to interdependence. Rocks, it provides habitats for small plants and animals. Then air, it provides air for living organisms. Okay. Then frog, it depends of insects for food. It depends of insects for food. It lives on land and in water. Then next one, water snake. It lives in water. It breathes air and in water. Frog depends of insects of food. It lives on land and in water. Next one, water snakes. It lives in water. It breathes air and in water. Then next one, light. Light is abiotic factor. It helps animals to see, move and catch prey. Then you write the interdependence column. It helps animals to see, move and catch prey. Then tortoise, ama, it live both land and in water. It live both on land and in water. Then soil. Next one, soil, it plant to grow and hold. It hold the trees, hold up the trees. Then vines, it provides dwelling place. Depends on trees and plants to grow. Vines depends on trees and plants to grow. Okay. Then you complete this table in your notebook. Examine the table and record the general factors you have find out. We can see that living and non-living things in an area depend on each other. ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. An ecosystem includes the mutually dependent biotic and abiotic factors of a particular place. Ecosystem means ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ എന്തെല്ലാം കൂടി ചേർന്നതാണ്? ജീവനുള്ളവയും ജീവനില്ലാത്തവയും കൂടിച്ചേർന്ന് പരസ്പരം ആശ്രയിച്ചാണ് ഉള്ളത്. Then you write this box in your notebook and study, and next class we will see you again. Okay, thank you.